ഇത് കുടിച്ചോ. നോക്ക്, അതാ പോകുന്നു. വേഗം പോ. സോറി. മോനെ, നീയായിരുന്നോ? ഞങ്ങൾ ഇതുവഴി പോയതാണ്. അപ്പൊ നിങ്ങളെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങ് എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്റെ ടൈം മെഷീൻ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെവ്വേറെ ടൈം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാമോ? പറഞ്ഞു തരാം, പക്ഷെ ഇതിൽ ഒന്നിലും തന്നെ തൊട്ടേക്കരുത്. വെളിയിൽ എന്തോ സെറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഹണി, നീ ആവശ്യമില്ലാത്തൊന്നും ചെയ്തേക്കരുത്. ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നത്തിലേ അവസാനിക്കൂ. ഞാൻ ഇവിടെ നിന്ന് ഇരിക്കാം. ഹണി, മെഷീൻ അവിടെ പോയി. സയന്റിസ്റ്റ് അങ്കിളുടെ വീട്ടില് ഇവരെങ്ങനെ എത്തിയത്? അങ്കിളുടെ വീട്ടിലല്ല, നമ്മൾ സ്റ്റോണേജിലാണ്. നമ്മളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാനൊന്നും തന്നെ ചെയ്തില്ല. നീ കേറിയിരുന്നത് ട്രാൻസ്മിറ്റ് ബട്ടന്റെ പുറത്താണ്. ഇവർ ടൈം മെഷീനെ തീർച്ചയായും പൊട്ടിക്കും. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റുകയില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. നിങ്ങൾ തയ്യാറല്ലേ? ഞാൻ പോയി കതവ് തുറക്കാം. നമ്മൾ കുടുങ്ങുന്നതൊന്ന് വേഗം ഓടിക്കോ. ഓടിക്കോ. പിടിക്കവരെ. അവര് വേറെ ഗ്രഹത്തിലെ ജീവികളാ, അവരെ വിടരുത്. ഇവിടെ ആനയുടെ രൂപത്തിൽ സിംഹമാണ് ഉള്ളത്. ഇത് സിംഹം തന്നെയാ. സ്റ്റോണേജിൽ സിംഹത്തിന് ഇതുപോലത്തെ കൊമ്പുണ്ടായിരുന്നു. അവരായുധങ്ങളൊക്കെ വലിച്ചെറിയുകയാണ്. അപ്പോൾ നമ്മളുമായിട്ട് അവർക്ക് വഴക്കില്ലെന്നല്ലേ അർത്ഥം? കഴുതേ, അവർ ആയുധങ്ങളൊക്കെ താഴേക്ക് വലിച്ചെറിഞ്ഞതല്ല, നമ്മെ ആക്രമിക്കാൻ വേണ്ടി വലിച്ചെറിയുന്നതാണ്. ഒരെണ്ണെങ്ങാനും കൊണ്ട അതോടെ നമ്മുടെ പണി തീരും. സംശയമുണ്ടോ? അവര് വരുന്നുണ്ട്. അവിടെ രക്ഷപ്പെട്ടോ? അവര് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ പ്രധാന അടവുകൾ പുറത്തെടുക്കണം. പോയി ഏതെങ്കിലും മരത്തിലിരിക്കാം. സംശയമുണ്ടോ?
ഇവിടെ ഇരുന്നാൽ ആർക്കും എന്നെ കണ്ടെത്താനാവില്ല. എന്റെ കുഞ്ഞ് ഇത് കുടിച്ചോ. നോക്ക്, അതാ പോകുന്നു. വേഗം പോ. സോറി. എനിക്ക് തോന്നുന്നത് അവൻ വല്ലാത്ത ദേഷ്യത്തിലാന്നാ. ഇവൻ ദേഷ്യത്തിൽ തന്നെയാണ്. ഓടിക്കോ. എന്റെ ആഹാരം മുഴുവൻ നശിപ്പിച്ചു. ആരാണ് നിങ്ങൾ? ഇവൻ ബണ്ണി, പിന്നെ ഞാൻ ജോർദാറാണ് സർ. അത് ശരി, ജോർദാറോ? നിങ്ങളെ കാണുമ്പോ തന്നെ എനിക്ക് പരിയളകുക. എന്നോട് മത്സരിക്കാൻ നോക്കാണോ? വെറുതെ വിടില്ല ഞാൻ. ജോർദാർ, വേഗം വാ, രക്ഷപ്പെടാം. ഓടിക്കോ, ഓടിക്കോ, വേഗം ഓടിക്കോ. എങ്ങോട്ടാ പോയത്? ഇവന്മാരെന്തിനാ നമ്മുടെ പുറകെ വരുന്നത്? നമ്മൾ അവരിൽ നിന്നും വ്യത്യസ്തരാണ്, അതുകൊണ്ട് നമ്മൾ അവരുടെ ശത്രുക്കളാണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ പോലെ നമുക്ക് മാറിയാലോ? നീ എന്തിനാ വെറുതെ ഇങ്ങനെ മണ്ടത്തരം പറയുന്നത്? നമുക്ക് എങ്ങനെ അവരെ പോലെ മാറാൻ കഴിയും? അടിപൊളി. കഴുതയ്ക്ക് പോലും നല്ല ബുദ്ധി ഉദിച്ചിരിക്കുന്നു. സംശയമുണ്ടോ? എങ്ങനെയുണ്ട്? എടാ, അവൻ എങ്ങോട്ടാ പോയത്? കണ്ടുപിടിക്കാൻ കഴിയില്ല, ഞങ്ങള് വേഷം മാറിയിരിക്കാണ്. കണ്ടോ? കഴുത ഓടിക്കോ. പിടിക്ക. അത് അവന്മാര് തന്നെയാ. വേഗം ഏതോമാരെ പിന്തുടർന്ന് പിടിക്ക. എന്റെ താടി എടുത്ത് മാറ്റിയോ? അങ്ങനെയാണെങ്കിൽ നിന്റെ താടി ഞാൻ എടുത്ത് മാറ്റും. പിടിക്കവരെ, പിടിക്ക. ഇതുവഴി രക്ഷപ്പെടാം, വേഗം വായോ. ഇനി രക്ഷയില്ല, ചാടിക്കോ. ഇത് ചെറിയ ജനലാണല്ലോ, ഇതിലെ കൂടെ ചാടിയാ ഞാൻ കൊടുക്കും. ഞാൻ പുല്ലിന്റെ ഇടയിൽ ഒളിക്കാം. പച്ചയായതുകൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അപ്പൊ സ്ട്രോബെറി പോലത്തെ നിന്റെ ചുണ്ടോ? അതെന്ത് ചെയ്യും? ബണ്ണി, ആ ഹൈനെ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടുകയാണ്. ആ കുട്ടിയെ നമ്മൾ രക്ഷിക്കണം. അവനെ വേറെ മാർഗത്തിൽ പോയി പിടിക്കണം. ഇതിലേ വാ, പോകാം.
ആ കുട്ടിക്കൊന്നും തന്നെ സംഭവിക്കരുത്. അവൻ റൈറ്റിൽ പോവാണ്, സംശയമുണ്ടോ? മര്യാദക്ക് കുട്ടിയെ വിട്ടേക്ക്. ഇതാ പിടിച്ച നിങ്ങളുടെ കുഞ്ഞ്. ഞങ്ങൾ നിങ്ങളെ ശത്രുക്കളായിട്ട് കരുതിപ്പോയി. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. പറയൂ, നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ മേഡം വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. ദയവ് ചെയ്ത് ഞങ്ങൾ ഉടൻ തന്നെ ഞങ്ങളുടെ ടൈം മെഷീനിൽ പോകാൻ അനുവദിക്കണം. ബൈ.